കരിമ്പാണ്, കരിമ്പ്. റെയിൽവേക്കാരാണ്. അത് ശരി. വണ്ടിയും കിണ്ടിയും ഒന്നും കിട്ടിയില്ല, വഴിയാധാരായി. പരന്ന ഷോൾഡർ. തിരിയാനും പറയാനൊന്നും സാധനമല്ല. ഞാൻ കിടക്കുക, ഞാൻ തന്നെ ഉറങ്ങി നിൽക്കുക. ഇവിടെ അടച്ചു, ഇറങ്ങാൻ വൈകിപ്പോയി. അപ്പൊ നമുക്ക് വേണ്ടി തുറന്നു തരാ. ശാന്തിയും സമാധാനവും തണുക്കുണ്ട്, ഐശ്വര്യവും നിറച്ചു തരണേ. ആരെ ഉപദ്രവിക്കാത്തവരും അഹിംസ എന്നുള്ളത്. അഹിംസയാണ് മെയിൻ. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ആറേന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നു. ഓരോരുത്തരിപ്പോ കയറി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കയറണത് പോലെ നിർത്തിയായിരിക്കണം, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് അറിയും. നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇറങ്ങുമ്പോഴുള്ള ദൃശ്യം വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു കേട്ടോ. അവിടെ വേറൊരു ടെമ്പിൾ കാണുന്നുണ്ട്. നമ്മള് ബോർഡിൽ കണ്ടതിന് ഇടത് ഭാഗത്തുണ്ടായ അങ്ങോട്ട് പോകണം. നേരത്തെ കണ്ട കുളം. മഴ പെയ്തിട്ട് സ്റ്റെപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ദുഃഖിക്കണം എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കും വേണ്ട. എന്ത് രസമാണി സ്റ്റെപ്പ്, എന്ത് നനവാണി മഴയിൽ, ഒന്ന് വഴുതിയാൽ താഴെ വീഴും, പിന്നെ എല്ലും പല്ലും പെറുക്കിയെടുക്കാം. ചെറിയൊരു ഹോട്ടൽ. ഇവിടെ ചക്ക, ഇതെന്താ കുക്ക, കക്കരി, ജാക്ക് ഫ്രൂട്ട്. ഇത് എത്ര? 20 റുപ്യ ചക്കച്ചോള ഒരു പാക്കറ്റ്. 10 ചോള ഉണ്ടാവും അല്ലേ? നല്ല സ്വീറ്റാ. ചക്കക്കുരു ഉണ്ട് അല്ലേ? ഇത് 20. കർണാടക അതിനെ അളസ് എന്ന് പറയും. കേരള ചക്ക. കേരള ചക്ക സീസൺ കംപ്ലീറ്റഡ്. ഫുള്ള്. മനസ്സിലായില്ല. ನಿಮ್ಮ ಊರು ತೋಟ ಹಂಗೆ ಜಾಸ್ತಿ ಜಾಸ್ತಿ ഇങ്ക ജാസ്തി കമ്മി കമ്മി. അവിടെ ചക്ക കമ്മി. അവിടെ കേരള ചക്ക തോട്ട ആണ്. തോട്ട പറഞ്ഞാൽ കുറേ ഉണ്ട്. കർണാടകയിൽ ചക്ക കുറവാണ്. ഒരു ചിന്ന ഹോട്ടൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എപ്പോഴും പ്രിയം ചിന്ന ഹോട്ടലുകളാണ്. ഹോട്ടൽ അഭിഷേക്. ഇവിടെ എന്താ ഉള്ള വെച്ചാൽ അത് കഴിക്കാം. ഫോണൊന്ന് ചാർജിനിടും വേണം. സെറ്റപ്പ് ഉണ്ടപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ കരുതിയിട്ട് കയറിയാണ്. വിചാരിച്ച പോലെ അല്ല ഇത്, അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. എന്തായാലും വെജ് ഫ്രൈഡ് റൈസ് വന്നു, കറി ഉണ്ട്, നല്ല ചൂടാ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ. 80 റുപ്യേൻ്റെ വെജ് ഫ്രൈഡ് റൈസ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു കറി ഉണ്ട്, കുറേ ഉണ്ട് തിന്നാൻ. 2 ആൾക്ക് തിന്നാളുണ്ട്. ഭക്ഷണം ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, നല്ല വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. 2 ആൾക്ക് തിന്നാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതി തിന്നു, ബാക്കി പാഴ്സലാക്കി. രാത്രി പിന്നെ കുറച്ച് മതിയല്ലോ. അതും നീ ഒരു നേന്ത്രപ്പഴം എന്തെങ്കിലും വാങ്ങി ബാഗിലിടണം. അപ്പോൾ രാത്രിത്തേക്കുള്ള സെറ്റായി. പിന്നെ അങ്ങനെ കറങ്ങുക, രാത്രി എവിടെയെങ്കിലൊക്കെ കിടന്നുറങ്ങുക, അതാണ് പ്ലാൻ. ഇവിടെ ആർക്കും ഹെൽമെറ്റ് ഒന്നും വേണ്ട. നേന്ത്രപ്പഴം, ചെറുപഴം, എന്തെങ്കിലും ഒരു പഴം വാങ്ങട്ടെ. നേന്ത്രപ്പഴം, ചെറുനാരങ്ങ, ചെറുപഴം. ഇത് എത്ര? ½ കിലോ. ആ, പഴയ തൂക്ക് സെറ്റപ്പാണ്. 3 എണ്ണം ½ കിലോ. ഇതെന്താ റെയിൻകോട്ടോ? ആ, വെണ്ണ. ഈ സംഭവം അല്ലേ? ഇങ്ങനത്തെ കുറെ നമ്മളെ ഇനിയെന്താ പറയാ, പാനിപൂരി,
വേൽപുരി, മസാൽപുരി, സേവ്പുരി, പാവ് ഭാജി അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. ഇത് എന്താ ഗോബി? ഗോബി ഫ്രൈ. ഗോപിയാണ്, വെറുതെ തെറ്റിദ്ധരിച്ച് പൊക്കോടയാണ്. കണ്ടോ ലോഡ് കണക്കിന് കരിമ്പാണ്. കരിമ്പ് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ലോറി അല്ല ട്രാക്ടറിൽ ലോഡ് കൊണ്ടുപോവാണ്. 2 ബോഗിയായിട്ട് കരിമ്പ് പോയി. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ, നേരത്തെ കയറിയത് വിന്ധ്യാഗിരി, ഇത് ചന്ദ്രഗിരി. ഇതിലും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, പക്ഷേ മറ്റേതിൻ്റെ അത്ര ഉയരത്തിലല്ല. എന്തായാലും കയറി നോക്കാം. ഇവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ അമ്മമ്മ ഇരിക്കുന്നുണ്ട്. ഇവിടെയും നേരത്തെ പോലെ നമ്മൾ ചെരുപ്പ് ഒരു ഭാഗത്ത് സൂക്ഷിക്കണം. അത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് സൂക്ഷിച്ച് വെക്കാം. 5 റുപ്യാവും. നേരത്തെ 5 റുപ്യാണ്. ഇവിടെ ആദ്യത്തെ 2 പടി പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടാണ്, നല്ല ഫിനിഷിങ്. പിന്നെ ബാഗിൽ നേരത്തെ വാങ്ങിയ പഴം കവറോടൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കണു. ഈ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു കവർ കയറ്റാൻ പറ്റൂല എന്ന്, പ്ലാസ്റ്റിക് നോട്ട് അലൗഡ്. അപ്പോൾ ബാഗ് ചെരുപ്പച്ചോർത്ത് അവിടെ വെച്ച് പോന്നു. കയറട്ടെ. ഏകദേശം നേരത്തെ അതേപോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ. മേലേക്ക് കയറുകയാണ്. ചെറിയ മഴ ഉണ്ട്, കൊള്ളാവുന്ന മഴയുള്ളൂ. ഇവിടുത്തെ സ്റ്റെപ്പുകൾ അവിടുത്തേനെക്കാട്ടും കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ട സ്റ്റെപ്പുകളാണ്. സൈഡൊക്കെ നല്ല മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കുറച്ചുകൂടി ആഴത്തിലും വീതിയിലും കനത്തിലുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ കയറിയ വിന്ധ്യാഗിരി കുന്നാണ് കാണുന്നത്. കണ്ടോ, ആൾക്കാർ ഇപ്പോഴും കയറുന്നുണ്ട്. അതാ നമ്മളെ ബാഹുബലിന്റെ പ്രതിമേന്റെ പകുതിയിൽ നിന്ന് മേലേക്കുള്ള ഭാഗം കാണാം. അവിടെ മഴ ചെയ്തേ. വേ ടു കുന്ത എന്നുള്ള ബോർഡ് ഉണ്ടല്ലേ, കുന്ത ഫുട് പ്രിന്റ്. ആ ഫുട് പ്രിന്റ് ആണ് ഈ കാണുന്നത്. ഇത് കുന്ത ആരാ ഉണ്ടോന്ന് അറിയില്ല. അതൊക്കെ സമയം പോലെ ഇരുന്നിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. എന്തായാലും നമ്മളെ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ കുറേ സ്പിരിച്വൽ ആൾക്കാർ കുറേ ഉണ്ട്, അറിയണത് അറിയാത്തതായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതൊക്കെ പുരോഹിതന്മാരും ദൈവങ്ങളും കുറേ അറിയാത്തതുണ്ട്. മഴ കുറച്ചും കൂടി പവർ കൂടി. അപ്പോൾ ഈ കുന്ത ഫുട് പ്രിൻ്റ് അടുത്ത് ഇവിടെ മുകളിൽ പാറയുണ്ട്, അതിൻ്റെ തണൽ നിൽക്കുക. മഴ കൊള്ളാതെ, മഴ കുറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇതിപ്പോൾ ഇങ്ങനെ ഫുട് പ്രിൻ്റ് വെക്കേണ്ട കാര്യം എന്താണാവോ അല്ലേ? മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ലേ? ഇതാണോ പാറയ്ക്കൊക്കെ എങ്ങനെ വിള്ളല്? മഴ ചെയ്ത് കഴിഞ്ഞിട്ട് ചളി ഉണങ്ങിയിട്ട് വിള്ളൂല, അതേപോലെ ഇങ്ങനത്തെ വിള്ളലുള്ള പാറ വല്ലാതെ കാണലില്ല. കുറേ ഉണ്ട് ഇവിടെ ഉള്ള കുറേ പാറകൾക്ക് ഇങ്ങനത്തെ ഉണങ്ങി വരണ്ട വിള്ളലുണ്ട്. അതൊക്കെയാണ് ചിലപ്പോൾ ഇവിടെയാവും സൂര്യൻ നിൽക്കണേ. സൂര്യൻ്റെ നേരെ ഫേസ് ചെയ്ത് നിൽക്കണേ ആ ഭാഗത്തേക്കാണ് വിള്ളൽ കൂടുതലുള്ളത്. എല്ലാ പാറയ്ക്കും ആ സൈഡിലേക്ക് എന്തുകൊണ്ടില്ലേ ഉണ്ടാവും. ചന്ദ്രഗിരിന്റെ ടോപ്പിലെത്തി. ഇവിടെ അപ്പുറത്ത് കാണാം നമ്മള് കേറിയ. അത് കണ്ടോ, പകുതി മഴ കൊണ്ട് നനഞ്ഞിട്ട് ബാഹുബലി പ്രതിമ ഒരു സൈഡ് മാത്രം മഴ കൊണ്ട് നനഞ്ഞേക്കണ്. അതിന്റെ പകുതി പോലും ഇല്ല കേട്ടോ. ഇതിന്റെ അങ്ങോട്ടൊക്കെ കയറാൻ, മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെയൊക്കെ വേലി കെട്ടി മറച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മഴ ചെയ്ത് കറുത്ത പാറ നനഞ്ഞിട്ട് നല്ല വെളുത്ത കളറായി കാണാൻ. ശാന്തത, ഏകാന്തത, നല്ലൊരു അരളിയല്ലത്, അരളിയാണത്. ഇനി അവിടെ ഈന്തപ്പനെ കാണട്ടെ. കണ്ടോ, ഒരു പാറ, വലിയൊരു പാറ കറക്റ്റ് വെട്ട് പൊളിഞ്ഞ അതേ ഇതിലിങ്ങനെ നിൽക്കണേ. പക്ഷെ അടർന്ന് പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കാം. ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ പോലെ എന്തോ ഉണ്ട്.
പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ അതാ അപ്പുറത്ത് നല്ല വൃത്തിയായിട്ട് കാണാണ്ട്. എന്നിട്ട് നമ്മൾ പോവും, ഇതിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഒറ്റക്കൽ ശില്പം നിൽക്കണം ഹൈറ്റില്. വെട്ട് വന്ന പാറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നല്ലൊരു ഷെൽട്ടർ പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാൻ വേണമെങ്കിൽ പുല്ല് പുല്ല് കാല് കുത്തുമ്പോൾ സുഖം. ഇവിടെ പിണഞ്ഞടക്കണത് പുല്ല്. ഇവിടെ ഒരു ഫുട് പ്രിന്റ് ആണ്. അന്തിമ സുദേഗവാലി ഭദ്രബാഹു ഫുട് പ്രിന്റ്. ഇവിടെ നല്ലൊരു ഗുഹ പോലെ ഉണ്ട്. അവിടെ കാണുന്നതാണ് ഫുട് പ്രിന്റ്. നല്ല ചന്ദനത്തിന്റെ കാണാം. ചന്ദനത്തിരി കത്തിച്ചിട്ട് എന്താല്ലേ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കണ്ട പോലെ. ഇവിടെ ഫുട് പ്രിന്റ് കാണാണ്ട്. ഇവിടെ സൂക്ഷിക്കണേലും എന്താ നമുക്ക് വിലപ്പെട്ടാവില്ല. എന്നാലും അതിൽ വലിയ കാര്യമുണ്ടോ എന്നൊരു സംശയം. ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിലെത്തി. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1 മുതൽ 15 വരെ. ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. ഈ ചന്ദ്രഗിരിന്റെ ഹിസ്റ്ററിയാണിത്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ ഒരു കൊച്ചു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ ഒരു എന്തുണ്ട്, ശാന്തിനാഥ ബസാദി. അത് തീർത്ഥങ്കരനാണ്. ഉള്ളില് തീർത്ഥങ്കരന്റെ വലിയൊരു പ്രതിമ കാണുന്നുണ്ടോ? തീർത്ഥങ്കരന്മാരെല്ലാരും ഇതാണ്, എന്താ പറഞ്ഞ, നഗ്നരാണ്. എല്ലാം ഉപേക്ഷിച്ചവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ അറിയണം എന്താണ് സംഭവം, എങ്ങനെയാണെന്നൊക്കെ. എന്താല്ലേ എല്ലതും ഉപേക്ഷിച്ച ആൾക്കാരാണ്. ഓരോ മതവും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കിടക്കണത്. എന്താ ജീവിതത്തിന്റെ ഓരോരോ വൈവിധ്യങ്ങളെ. ഇവിടെ വേറൊരു തീർത്ഥങ്കരനെ കാണാം. ഈ തീർത്ഥങ്കരന്മാരെ ശരീരത്തിനൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പരന്ന ഷോൾഡർ. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അവിടെ ഒരു നഗ്നനായ ഒരു തീർത്ഥങ്കരനെ കണ്ടു പറഞ്ഞില്ലേ, ശരിക്കുള്ള ജീവനുള്ള. അയാളെ ബോഡി സ്ട്രക്ചർ ഇതേപോലെ തന്നെ സെയിം. ഷോൾഡർ ഇങ്ങനെയായി, വയറിന്റെ അവിടെ ഇങ്ങനെ ഇടുങ്ങി, അതേ ഒരു ഇത് ഫിസിക്ക്. ജൈനമതത്തിന്റെ കൊടി പാറുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാ. അണ്ണാക്കൊട്ടം പിന്നെ എല്ലായിടത്തും സ്റ്റാറാ. ഇത് ഭഗവാൻ ശ്രീ സുദർശനാഥ് തീർത്ഥങ്കരൻ. ചന്ദ്രനാഥ് ബസതി. ബസതി പറയണത് വസതിയാണ് തോന്നുന്നുണ്ട്. വസതി മന്ദിരം എന്നൊക്കെ പറയില്ലേ. ഇത് കയറാൻ പറ്റും തോന്നുന്നു. നല്ല എക്കോ. ഭഗവാൻ ശ്രീ ചന്ദ്രപ്രഭ തീർത്ഥങ്കർ ആണ് ഉള്ളിലിരിക്കുന്നത്. തീർത്ഥങ്കരന്മാരെല്ലാവരും പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ കലാശില്പ വൈദഗ്ധ്യമുള്ള കെട്ടിടം. മോളിക്ക് സ്റ്റെപ്പുകളുണ്ട്, കയറി നോക്കട്ടെ. അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചറിയാം. ചാവുണ്ടരായ ഫ്രീ. ഇതിൻ്റെ ചുറ്റും ഭയങ്കര കൊത്തുപണികളാ. കൊത്തുപണി വളരെ വ്യത്യസ്തമാണ്.
ഇത് എരടു കട്ടെ വസതി. ഇവിടെ ഇത് ഓരോ തീർത്ഥങ്കരന്മാർക്കും ഓരോ വസതി ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ വസതികളാണ് ഇവിടെ. നല്ല എക്കോ. ഇത് വേറൊരു വസതിയാണ്. ഇവിടെയും നല്ല എക്കോ ഉണ്ട്. ഇവിടുന്ന് എല്ലാവർക്കും എനിക്കും വേണ്ടിയിട്ട് ഞാനൊരു പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിലും ഇത് കാണുന്നവരുടെ ജീവിതത്തിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറച്ചു തരണേ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരാളുമില്ല, ഞാനേ ഉള്ളൂ. സെക്യൂരിറ്റി അതല്ലാതെ കേട്ടോ പറയണേ. സന്ദർശിക്കാൻ വന്നതിൽ ഞാൻ കയറുന്ന ഒരു വസതിയിലും ഈ ചുറ്റുവട്ടത്തൊന്നും ഒരു മനുഷ്യല്ല, നമ്മളൊരാളേ ഉള്ളൂ. ഇത് ചന്ദ്രഗുപ്ത വസതിയാണ്. ഇതിൻ്റെ ഇടത് ഭാഗത്ത് കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. ഇടനാഴി ചുറ്റി തിരിച്ചവിടെ തന്നെ എത്തി. ഇതിൻ്റെ ചുറ്റും 4 ഭാഗത്തും കുഴിഞ്ഞിരിക്കണുണ്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടോ കുഴിയാക്കിയതോ, ഇരിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. ഇരുന്നിരുന്ന് എന്തായാലും കല്ലിങ്ങനെ കുഴിയാവില്ലല്ലോ. ചിലപ്പോൾ അന്ന് ഇവിടെയൊക്കെ ഇരുന്നിരുന്ന് ജപിക്കലൊക്കെ ഉണ്ടാവുമായിരിക്കും. കാണാൻ കുതിരം പോലെ. ഇതെങ്ങനെ ഇത് ഈ നടുക്കാണത് എത്രയും പോകുന്ന ഈ തൂണ് ഒറ്റ പീസാണ്. കണ്ടിട്ടാണ് തോന്നുന്നത്. മുകളിൽ ആ കാണുക എന്തപ്പോൾ ഇതൊക്കെ. ഇത് ഫുള്ളായിട്ട് ഒറ്റക്കല്ലല്ല, ഇതൊക്കെ പീസ് വെച്ച്, ഈ പീഠം പീസ് വെച്ച് അതിൻ്റെ മുകളിൽ ഇത് കുത്തനെ നിർത്തിയ. ഇങ്ങനെ ഇതൊക്കെ കുത്തനെ നിർത്തിക്കുക. അതും അന്ധകാലം അല്ലാത്ത കാലം. ഇങ്ങനല്ലേ കയറട്ടി പൊന്തിക്ക്. തമ്പുരാനറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തീർത്ഥങ്കരൻ്റെ സ്റ്റാച്ചു. പാർത്ഥനാഥ തീർത്ഥങ്കരൻ, ഭഗവാൻ ശ്രീ പാർത്ഥനാഥ തീർത്ഥങ്കരൻ. ഇത് ഭയങ്കരമായ ഒരു സംശയമാണ്. ഈ മിനുസുള്ള ഭാഗം എങ്ങനെ ഉണ്ടാവണേ? ഇരുന്ന് ഉണ്ടാവണാണോ അതോ കുഴിഞ്ഞിരിക്കുന്നു? അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരി. ഈ കല്ലിലൊക്കെ ഉണ്ടാവണ മിനുസുള്ള കുഴികൾ എന്താ? ആ സ്റ്റെപ്പിൻ്റെ മേലെയുണ്ട് 2 ഭാഗത്ത്. അറിയുന്നവർ കമൻറ്റിൽ അറിയിക്കൂ. ഇതുണ്ടോ അവിടെ ചെറിയ മിനിയേച്ചർ പോലെ പാറയമേ ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കിയതിൻ്റെ അതേപോലെ ഉണ്ട്. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് സ്റ്റെപ്പ് പണിയാൻ വന്നവർ വെയിൽ കൂടുമ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നേരം പോക്കിന് കൊത്തിയതാവാം. അല്ലെങ്കിൽ പുതിയതായി വന്ന പണിക്കാർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഗൈഡൻസ് കൊടുത്തതിൻ്റെ ആവാം അല്ലേ? അങ്ങനെയൊക്കെ അനുമാനിക്കാം. സ്റ്റെപ്പിൻ്റെ അതേപോലെ മിനിയേച്ചർ കൊത്തി വെച്ചിട്ടുണ്ടല്ലേ. സത്യം എന്താ അറിയില്ല, നമുക്ക് പലതും ആലോചിക്കാം. ബേക്കില് പിറകില് ചന്ദ്രഗിരി കുന്നിൻ്റെ മേലുള്ള ജൈന തീർത്ഥങ്കരന്മാരുടെ വസതികൾ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. മഴ ചെയ്തിട്ട് കുറച്ച് സമയം മഴ കൊള്ളാത്ത പാറേൻ്റെ തൊട്ട് പോയിരുന്നു. അല്ലെങ്കിൽ താഴത്ത് ഇറങ്ങണ വരെ മഴ കൊള്ളേണ്ടി വരും. ചെറിയ മഴയാണെങ്കിലും കുറേ നേരം കൊള്ളുമ്പോൾ നനയും. ഇപ്പോൾ കുറച്ച് കുറവുള്ളതുകൊണ്ട്
ഇറങ്ങി. ഇനിയിപ്പോ വേറെ എങ്ങോട്ട് പോകണ്ടേന്ന് അറിയില്ല. ആലോചിച്ചോട്ടെ, ചർച്ച ചെയ്തോട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ ചെയ്ത അന്തരീക്ഷം ആകെ പാറയൊക്കെ നനഞ്ഞ് ഫുള്ള് തണുപ്പായി തണുക്കുണ്ട്. ഇവിടെ അടച്ചു, ഇറങ്ങാൻ വൈകിപ്പോയി. അപ്പൊ നമുക്ക് വേണ്ടി തുറന്നു തരാ. ആ ഞാൻ ഇറങ്ങാൻ വൈകിപ്പോയി. ചന്ദ്രഗിരി ഹിൽസ് നിന്ന് ഇറങ്ങി വരുമ്പോ നേരം വൈകി, ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കേറാൻ വേണ്ടി നിന്നേന്ന കുറച്ച് മലയാളി കൂട്ടരെ കിട്ടിയിട്ടുണ്ട്. ഒരു എറണാകുളത്ത് നിന്ന് വരികയാണ്, അവർക്ക് കയറാൻ പറ്റില്ല. നീ നാളെ രാവിലെ കയറും അല്ലേ? ഒരു ദിവസം അവിടെ കറങ്ങും, പിന്നെ കോയമ്പത്തൂർ വഴി മൈസൂർ വഴി മംഗലാപുരം വഴി. എല്ലാരും റെയിൽവേക്കാരാണ്. അത് ശരി. ഇൻസ്പെക്ടറാണ് ഞങ്ങളുടെ. എല്ലാരും ഇപ്പൊ യാത്രക്കാരാണ് അല്ലേ? അതെ. അപ്പോ എല്ലാരും റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ലോക്കോ പൈലറ്റ്സ് ആണ്. അതൊരു സർപ്രൈസ് ആയി, പുതുമയായി. പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞ കട്ടെ, നമുക്ക് ഇനി നടക്കാല്ലേ. റെയിൽവേ ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്തു. തൊട്ടിപ്പുറത്തെ വഴി കൂടെ നടന്നു പോകുന്നു. ചാരുഗിരി പറഞ്ഞൊരു, ഈ ഗിരി പറഞ്ഞ മല എന്നാണ് തോന്നുന്നുണ്ട് അർത്ഥം. ചാരുഗിരി പറഞ്ഞ ഒരു മലേന്റെ അടുത്തെത്തി. അപ്പൊ അവിടുന്ന് മേലോട്ട് കയറട്ടെ. ഇത് കണ്ടിട്ട് പുതിയ ഈ അടുത്ത് കാർവ് ചെയ്തുണ്ടാക്കിയ പുതിയ ടെക്നോളജി ചാരുഗിരി. ഇന്ത്യയിലേത് ഇത് കണ്ടറിയില്ലേ? ഈ ഫിനിഷിങ് പുതിയ കല്ലില് ആക്കി പറയുന്നുണ്ട്. പക്ഷെ മറ്റവിടത്തൊക്കെ കണ്ട നമുക്കൊരു പഴക്കം എങ്ങനെയാലും സ്റ്റെപ്പും ഒക്കെ കട്ടിങ്. ഇത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഇത് ഇതിന്റെ പണി കംപ്ലീറ്റ്. ശ്രാവണ ബലഗോള പേരിന് എന്തോ ഒരു അർത്ഥമുണ്ട് അല്ലേ? പറയുമ്പോ ക്ലിയർ. വൈറ്റ് പോണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വെള്ളക്കുളം. വെള്ളക്കുളം. ശ്രാവണ എന്തോ ശ്രാവണ പറഞ്ഞാല് ജൈന സന്യാസിമാരെ പരാമർശിക്കുന്നതാണ്. ജൈന സന്യാസിമാരെ പരാമർശിക്കുന്നതാണ്. ബലഗോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത കുളം എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ശ്രാവണ ബലഗോള. ജൈന തീർത്ഥങ്കരന്മാരെ ശ്രാവണ എന്നുള്ള ഇതിലും ബലഗോള. അതിന്റെ മുന്നേ തന്നെ വലിയൊരു വെള്ളക്കുളം. അതുകൊണ്ടാണ് ശ്രാവണ ബലഗോള പറയുന്നത്. ഇപ്പൊ ആ കുളം പച്ചക്കുളമാണ് അല്ലേ? അതെ. വെള്ളക്കുളം വെള്ളം വെള്ള കളർ എന്നുള്ളതാണ് അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയില്ല. അതിൽ ചിലപ്പം അതേ രീതിയിലുള്ള പുഷ്പങ്ങളുണ്ടായിരിക്കാം, ചില പുഷ്പങ്ങളോ. വളരെ പൗരാണികമായ ഒരു സ്ഥലമാണ്. 1912 ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് അല്ലെ അന്ന് നിലനിന്ന രാജാക്കന്മാർ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. എഞ്ചിനീയറിങ്ങിന്റെ വളരെ വിസ്മയകരമായ ഒരു ഇതാണ്, വന്ന് കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ കൊത്തുപണികളും ക്ഷേത്രത്തിൻ്റെ അതിനോട് ചേർന്നുള്ള ഒറ്റക്കല്ലിൽ പ്രതിമ 57 ഫീറ്റ് ഒറ്റക്കല്ല് കൊത്തിയെടുത്തിരിക്കുന്ന അന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്നത്. എന്ത് പാടുപെട്ടിട്ടുണ്ടാണ് മുകളിലേക്ക് പോകാനും. അത് വളരെ ഇതായിട്ട് മൈന്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന വളരെ അത്ഭുതകരം തന്നെ. അതെ. അപ്പോ അതാണ് ശ്രാവണബലഗോള. അതെ. രണ്ട് മലകൾക്കിടയിൽ 2 മലകൾ ചേർത്ത് ചെയ്ത് 2 മലകളിൽ ഒരെണ്ണത്തിൽ വിന്ധ്യഗിരിയിലും ഇത് കാണുന്ന ഗോമതേശ്വരന്റെ പ്രതിമ. ഈ ജൈന മതമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? അതിനായിട്ട് എന്തെങ്കിലും അറിവ്? ജൈനന്മാരെ ഇവിടെയും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. സൗത്ത് ഇന്ത്യയിൽ 1912 രാജാക്കന്മാർ ഇത് പ്രോത്സാഹിപ്പിച്ചപ്പോഴാണല്ലോ ജൈന ഇത് വരുന്നത്. അപ്പം ഇവിടെയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ അവിടെ കാസർഗോഡ് സൈഡിലുണ്ട്, വയനാട് കാസർഗോഡ് സൈഡുകളിൽ ഉണ്ട്, തമിഴ്നാട്ടിലും കാര്യമായിട്ടുണ്ട്, കർണാടകയിലുണ്ട്. അതായത് കർണാടകയിൽ നന്നായിട്ടുണ്ട്. അപ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത്, അപ്പം അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചിരുന്നു. ഒരു കാൽനടയായിട്ടും എല്ലാം നടന്നു. കൺവേർഷനൊന്നും ഇല്ലല്ലോ അവരുടെ ഇതിലേക്ക്. ആരും ഉപദ്രവിക്കാത്തവരും അഹിംസ എന്നുള്ളത്. അഹിംസയാണ് മെയിൻ. ആർക്കും ഉപദ്രവം ഇല്ലാതെ തീർത്തും ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ. അത് അല്ലല്ല, അത് അവരുടെ സന്യാസിമാർക്കുള്ള പേരാണ്.
ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലൊന്നും മാത്രമല്ല, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വരെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് പാകിസ്ഥാനിലും അതിന്റെ സൈറ്റുകളും ആളുകളും ഉണ്ട്, വളരെ കുറവാണെങ്കിൽ പോലും. അപ്പൊ ഈ അറിവ് പറഞ്ഞു തന്നത് നമ്മളെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലെ ജയസൂര്യൻ, എറണാകുളം ലോക്കോ പൈലറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ ലോക്കോ പൈലറ്റ് കണ്ടുപിട്ടുള്ളത്. അതെ, ഒരുപാട് ലോക്കോ പൈലറ്റുമാരും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരും അല്ലേ? എല്ലാരും ലോക്കോ പൈലറ്റ്, ലോക്കോ ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ആരൊക്കെ എപ്പാ നിക്കണേ. ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. നമുക്ക് വളരെ സന്തോഷം ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കാണുന്നു. അതും യാത്ര ചെയ്ത സ്ഥലങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളെ കാണാൻ വളരെ സന്തോഷമാണ്. യാത്ര ചെയ്ത സ്ഥലങ്ങളുടെ പ്രാധാന്യവും സ്ഥലങ്ങളെ കുറിച്ചുള്ള അറിവുകളും കൂടുതലായിട്ടുള്ള പല പല കാര്യങ്ങളും നമുക്ക് അറിയാനും പറ്റും. നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരിക. മറ്റേ നമ്മള് പെട്ടെന്ന് ബുക്ക് വായിച്ചാലും ഇതൊക്കെ ആണെങ്കിൽ പോലും അത് വായിച്ചതിന് ശേഷം ഒന്ന് വന്ന് കാണുന്നതിന്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊറേ അറിയാനുണ്ട്. അതെ, കൊറേ കാണാനുള്ളത് ഇഷ്ടം പോലെ കിടക്കുന്നു. നടന്നറിയുക. അതെ, നടന്നറിയണം. എന്നാ നമുക്ക് നടക്കാം. ശരി. നമ്മുടെ റെയിൽവേക്കാരും കമ്പനിക്കാരും കൂടെ ചപ്പാത്തി, ഗോപി, നമ്മളെ റെയിൽവേ ചേട്ടന്മാരെല്ലാരും ഫുഡ് കഴിച്ച കാപ്പിയാണ്. പല ഭക്ഷണത്തിനൊക്കെ നന്ദിയുണ്ട് അപ്പോ ലോക്കോ പൈലറ്റുമാരെ കണ്ട് ഓരോ കൂടെ അപ്പുറത്തുള്ള മലേന്റെ മുകളിലേക്ക് കയറി കറങ്ങി ഒരു ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഭക്ഷണം കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് പാഴ്സൽ എടുത്തുന്ന ബാക്കി ഭക്ഷണം അതും കഴിച്ചു. അപ്പൊ നമ്മളെ യാത്ര സോളോ ആയതുകൊണ്ട് ഒരു കൂടെ നിൽക്കാൻ കുറെ നിർബന്ധിച്ചു. പക്ഷേ സോളോ ട്രിപ്പാണ് നമുക്കിഷ്ടം, അതാണ് നമ്മളെ വഴി. അതുകൊണ്ട് മാത്രം ആ ഓഫർ നമ്മൾ നിരസിച്ചു. ഭക്ഷണം കഴിച്ചു, അതിന് ഭയങ്കര കൃതാർത്ഥനായി. ഇനി നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടുന്ന് 8:20-23 എടുക്കുന്ന ട്രെയിൻ കാണാനുണ്ട്. കിട്ടുമോ നോക്കട്ടെ, അല്ലെങ്കിൽ അവിടെ അൾട്ടാക്കും, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ട്രെയിന് വേറെ എങ്ങോട്ടേലും പോകും. വണ്ടിയും കിണ്ടിയും ഒന്നും കിട്ടിയില്ല, വഴിയാധാരായി. ഇതിലിപ്പോൾ റോഡിൽ കൂടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഡയറക്ഷനിൽ നടക്കുക. മുകളിൽ ജിമ്മൊക്കെ ഉണ്ട്. ജിമ്മിൽ ആള് കുറവാണ്. അമ്മ ഇവിടുത്തെ പോലെ ഇവിടെ ചെറിയ കുഗ്രാമാണ്. നമ്മളവിടെ കാണാൻ പെരും തിരക്കാവും ജിമ്മിലൊക്കെ. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 11:30 ഒരു ട്രെയിൻ ഉണ്ട്. അതിന് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? അതിലൂടെ അവിടെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. നടന്നിങ്ങനെ വന്നപ്പോ ഇവിടെ ചെറിയൊരു പീഡിയ സെറ്റപ്പ്. തൊട്ടപ്പുറത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ ബെഞ്ചൊക്കെ കാണാനുണ്ട്. കണ്ടോ? ഇവിടെ ഒരു ബെഞ്ച്, ഇവിടെ ഒരു ബെഞ്ച്, ഇവിടെ ഒരു ബെഞ്ച്. അപ്പൊ ഇവിടെ അൾട്ടാക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. എന്നാ പിന്നെ അവിടെ ഉറപ്പിച്ചാലോ? ഇവിടെ കിടക്കാന്ന്. സമയം 8:40 കഴിഞ്ഞു. വിജനമായ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ വളരെ കുറവാണ്. അതാ ഒരു വണ്ടി ഇതേ കൂടെ വരുന്നുണ്ട്. എന്താ ഒരു ബസ് പോയി. പക്ഷെ അത് ലോങ് പോണ ബസ്സായതുകൊണ്ട് ആ മറ്റോടത്ത് നിർത്തില്ല എന്നാണ് മറ്റേ ആൾ ആദ്യം പറഞ്ഞത്. എന്തായാലും നമുക്ക് പേടില്ലാത്തോണ്ട് നമ്മളിങ്ങനെ നടക്കും. ആളുണ്ടേലും ഇല്ലേലും നമ്മളാരെങ്കിലൊക്കെ രക്ഷിക്കും. ആ ധൈര്യത്തിൽ ഇങ്ങനെ നടക്കും. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുള്ള പ്രതീക്ഷയോടെ. നല്ലൊരു സ്ഥലം. ഇതൊരു ബസ് സ്റ്റോപ്പ് എന്താണോ കിടക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് ഓക്കെയാണ്. കണ്ടോ? ഇവിടെ കിടക്കാം. അത് സെറ്റാക്കി. വേറെ വർത്താനല്ല. സമയം 8:53 ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്തു.
മെല്ലെ കിടക്കട്ടെ. കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു. നമ്മൾ പുതയ്ക്കാനുള്ള പുതപ്പ്. തിരിയാനും പറയാനൊന്നും സ്ഥലമല്ല. ഇങ്ങനെ കിടക്കുക, ഞാൻ തന്നെ ഉറങ്ങി നിൽക്കുക. പിന്നെ ചെറിയ തണുപ്പുണ്ട്. അത് കഴിഞ്ഞാൽ തണുപ്പ് കൂടുന്നു തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പം കിട്ടിയത് നല്ലൊരു ഭേദപ്പെട്ട സ്ഥലമാണ്. നേരത്തെ കട മഴ ചെയ്തൊക്കെ കൊള്ളുന്ന സ്ഥലമായിരുന്നു, അതുകൊണ്ടാണ് അത് ഒഴിവാക്കി. ഇനി ഉറങ്ങിയാൽ മതി. കുറച്ചേരം എഡിറ്റ് ചെയ്തിട്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.